പൊരുത്തമാണ്. നമ്മളൊക്കെ വീട് വെക്കുമ്പോ വാപ്പയെയും ഉമ്മയെയും വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂടെ താമസിപ്പിച്ച് നമ്മൾ പോകുമ്പോ അവർക്കുമുണ്ടാകും നല്ല സൗന്ദര്യമുള്ള വാർപ്പിട്ട നല്ല ഇന്റീരിയർ വർക്ക് ചെയ്ത വീട്ടിൽ കടന്നുറങ്ങാൻ അവർക്കുമുണ്ടാവും പൂതി അല്ലേ? നമ്മളെ വാഹനങ്ങളിലൊക്കെ പോകുമ്പോ നല്ല വാഹനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകുമ്പോ ഇന്നലെ വന്ന ഭാര്യയെ മുന്നിലിരുത്തി വാപ്പയെയും ഉമ്മയും പിന്നിലിരുത്തി അവരെന്തോ യാത്ര ചെയ്യും. അവരോട് ഉപ്പങ്ങൾ ഉമ്മ ഇരിക്കണോ? ഇല്ല, ഞാനിങ്ങനെ മുറുക്കാനൊക്കെ തിന്നു വെറ്റില തിന്നുമ്പോ അത് തുപ്പും മോനെ വണ്ടിമേലാവും, അവിടെ ഞാൻ ബാക്കത്തെ ഇരുന്നോളാന്നൊക്കെ പറയും. പക്ഷേ അവരെ ഇരുത്തിയാൽ അവരുടെ സന്തോഷം അവരുടെ മുഖത്ത് കാണാം. നമ്മളെപ്പോഴും പൊരുത്തം വേണം. അത് ഉസ്താദുമാരുടെ അടുത്തുനിന്ന് വേണം, മാതാപിതാക്കളുടെ അടുത്തുനിന്ന് വേണം. അതുപോലെ തന്നെ പ്രായം ചെന്ന ഉമ്മമാര് വലിയ വലിയ ആലിമീങ്ങൾ എല്ലാവർക്കും പൊരുത്തം കിട്ടുമ്പോഴാണ് ഒരു സ്ഥാനത്തേക്ക് മനുഷ്യന് ഉയരുക. അല്ലാത്ത പക്ഷം ഒരു മനുഷ്യ ഒരിക്കലും ഉയരാൻ കഴിയുകയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ കൗൺസിലിംഗ് നടക്കാറുണ്ട്. ഒന്നരായ സഹോദരിക്കും ഒരുപാട് വിഷയങ്ങളുണ്ടാവും. 2 3 മദ്യം പറച്ചിലുണ്ടാവും വിഷയങ്ങൾ. മദ്യം പറച്ചിൽ കൂടുതലും വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ നമ്മൾ മദ്യം പറഞ്ഞിരുന്നത് സ്ഥലത്തിന്റെ പ്രശ്നമായിരുന്നു. അതിൽ അങ്ങോട്ട് മാന്തി ഇങ്ങോട്ട് നീക്കി എന്നുള്ള വിഷയങ്ങളായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് വിവാഹബന്ധം വേർപെട്ടു, വിവാഹ പ്രശ്നങ്ങള് അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള പ്രശ്നങ്ങളാണ് ഇന്നുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു ഫാമിലി വന്നു. പെൺകുട്ടി പറഞ്ഞു, ഞാൻ ആ വീട്ടിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഉപ്പയും ഉമ്മയും അമ്മോശനും അമ്മായിയമ്മയും അവരെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോഴും ആ കുട്ടി പറഞ്ഞു, ആർക്കും ഒരു പ്രശ്നമില്ല, പുതിയാപ്പിളക്കും ഒരു പ്രശ്നമില്ല, ഞാൻ ആ വീട്ടിൽ പോയി ആ വീട്ടിൽ ജീവിക്കാൻ എന്താവൂല, അവിടുത്തെ എന്താവൂല, ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ഇങ്ങനെ തള്ളിവിടുക. അപ്പോ ഒന്നരായ സഹോദരൻ പറഞ്ഞു, നിങ്ങളൊക്കെ പുറത്തു നിൽക്കി, ഞാൻ ഒറ്റക്കൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. കുട്ടി പറഞ്ഞ മറുപടി എന്താണ്? അവിടെ 4G കിട്ടുന്നില്ല, നെറ്റ്വർക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറബികൾ പറഞ്ഞ പറയും, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? യൂട്യൂബ് തുറക്കുമ്പോ, ഫേസ്ബുക്ക് തുറക്കുമ്പോ, ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോ, സോഷ്യൽ മീഡിയ തുറക്കുമ്പോ അത് വേണ്ടതുപോലെ രൂപത്തിൽ കിട്ടുന്നില്ല. ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ കഴിയുകയില്ല. ഇന്നത്തെ തലമുറയുടെ അവസ്ഥയാണത്. ആദ്യകാലങ്ങളിൽ അമ്മായിമ്മ പോര് എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടില് ഇവിടെ ഉണ്ടോ അറിയില്ല, അമ്മായിമ്മ പോര്, നാത്തൂൻ പോര്, അങ്ങനത്തെ പോരുകളൊന്നുമില്ല. ഇന്നുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയാണ്. അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. ഓരോ ചൊവ്വാഴ്ചകളിലും ഓരോ വിഷയം മസ്ലഹത്ത് പറയുമ്പോ പുതിയ ഓരോ വിഷയങ്ങൾ കേൾക്കാറുണ്ട്. ഇന്ന് പുതിയൊരു സമ്പ്രദായം